കോഴിക്കോട് ചാലപ്പുറത്തെ പോളിംഗ് ബൂത്തിൽ നിന്നാണ് ഷഹദ് റഹ്മാൻ ചേരുന്നത്. ഷഹദ്, ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ രാവിലെ വന്ന് വോട്ട് ചെയ്ത ആളുകളുടെയൊക്കെ ഒരു കണക്കെടുത്ത് ഇനി തങ്ങളുടെ ഉറച്ച വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കുക, അവരെ തേടിപ്പിടിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സമയമൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. എങ്ങനെയാണ് അത്തരത്തിലൊരു ഊർജിതമായ ശ്രമം ഈ ബൂത്ത് ഏജന്റുമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം രാവിലെ ചെറിയ രീതിയിലുള്ള ഒരു മന്ദഗതി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് അതല്ല സ്ഥിതി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഓരോ ബൂത്തുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ രാവിലെയൊക്കെ ഈ ബൂത്തുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ കാര്യമായിട്ടുള്ള തിരക്കുകൾ ഇവിടും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രാവിലെ ചില ബൂത്തുകളിലൊക്കെ തന്നെ അതായത് ഈ യന്ത്ര തകരാറൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ തകരാറെല്ലാം പരിഹരിച്ചു. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകാൻ തോന്നുന്നു. അമ്മ എവിടുന്നാ വരുന്നേ? ചാലപ്പുറത്ത് തന്നെ. ഓക്കെ, കുറെ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പൊ സുഖമില്ല അല്ലെങ്കിൽ പ്രായമാണ്? കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ കഴിയില്ല. എന്നിട്ട് എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ വരണം തീരുമാനിക്കാൻ കാരണം? മോൻ സമ്മതിക്കണ്ടേ? മോൻ പറഞ്ഞു വന്നേ പറ്റുന്നു, അപ്പം വന്നത്. എന്നിട്ട് വോട്ട് ചെയ്തു? ഓ, ചെയ്തില്ല. അപ്പം വോട്ട് അമ്മന്റെ പേരെന്താ? പത്മിനി. ഇവിടെ തന്നെയാണോ? ചാലപ്പുറം തന്നെയാണോ? ഇത് സ്കൂളിന്റെ അപ്പുറം തന്നെ കിണറുണ്ട്. അതാണ്. ഈ പ്രചാരണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? മൊത്തം ഇവിടുത്തെ പ്രചാരണമൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നോ? സ്ഥാനാർത്ഥികളൊക്കെ സമയം വരും. പണ്ട് സ്കൂളിൽ എന്തുണ്ടെങ്കിലും വരും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിട്ടൊക്കെ എന്താണ് അഭിപ്രായം? എന്താ ആര് വരും? ഈ കോർപ്പറേഷനിൽ ആര് ഭരിക്കും? ആരാ ഭരിക്കാന്ന് ഇപ്പൊ വോട്ട് കഴിഞ്ഞാലല്ലേ പറയും. എല്ലാരും വോട്ട് ചെയ്യണല്ലോ. ഇത് കാണുന്ന എല്ലാവരോടും എന്താ പറയാനുള്ളത്? ഇനി വോട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എല്ലാരും വോട്ട് ചെയ്യാൻ വരണ്ടേ? എന്തായാലും അപ്പം അമ്മ ഇവിടെ തൊട്ട് ഈ ചാലപ്പുറം സ്കൂളിൽ തൊട്ട് ബാക്കിലുള്ള സ്കൂളിലാണ്. അപ്പം എല്ലാ വർഷവും കൃത്യമായിട്ട് വോട്ട് മുടക്കാതെ ആ വോട്ട് ചെയ്ത ഒന്ന് അടയാളം കാണിച്ചു തരുമോ? ഒന്ന് അടയാളം കാണിച്ചു കൊടുക്കോ? അതാ, ഇതാണ് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ വർഷവും മുടങ്ങാതെ വോട്ട് ചെയ്യാൻ വരുന്നതാണ്. ഇത്തവണയും കാലിനൊന്നും സുഖമില്ല, പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് ഇത്തവണ ഭരണത്തിലേറുക എന്നുള്ളത് പറയാം എന്നുള്ളതാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ വലിയ നീണ്ട നിര തന്നെയുണ്ട്. രാവിലെയൊക്കെ ഈ ബൂത്തുകളിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല ബൂത്തുകളിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. പത്മിനി അമ്മയുടെ ആ ഒരു വാക്കുകൾ, അതായത് വോട്ട് ചെയ്യണം, എല്ലാവരും വോട്ട് ചെയ്യണം എന്ന സൂചന കൂടിയാണ്, അല്ലെങ്കിൽ അതിന് ഓർമ്മപ്പെടുത്തലൂടിയാണ് പത്മിനിയമ്മയുടെ ആവേശം. അല്ലെങ്കിൽ പത്മിനിയമ്മ മുടക്കാതെ വന്ന് വോട്ട് ചെയ്ത് പ്രായമേറിയ പത്മിനിയമ്മ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും മടിച്ചിരിക്കരുത്, എല്ലാവരും ബൂത്തുകളിലേക്ക് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.